മാമ, അമ്മയുടെ ആ നിലവിളക്ക് അവിടെ ഉണ്ടോ? ക്യാൻ യു സെൻഡ് ഇറ്റ് ഫോർ മീ? 30 വർഷത്തിനിപ്പുറം ഒരു മകൾക്ക് അവളുടെ അമ്മ സൂക്ഷിച്ചിരുന്ന വിളക്ക് മറ്റൊരു രാജ്യത്ത് അവൾ താമസം തുടങ്ങിയ പുതിയ വീട്ടിൽ വയ്ക്കണമെന്ന് തോന്നി. അതിനുവേണ്ടി അയച്ച ഒരു വാട്സപ്പ് മെസ്സേജാണ്. ഇനി ആ വിളക്ക് അവിടെ എത്തണമെങ്കിൽ കടൽ കടന്ന് പറക്കണം. ഒരുപാട് സ്വപ്നങ്ങൾ കൂട്ടിച്ചേർത്ത് ചേച്ചി കൂടി പണി കഴിപ്പിച്ച വീടാണ്. ഇതിൻ്റെ ആദ്യത്തെ പ്ലാൻ മുതൽ ഞാനും കൂടെ ഉണ്ടായിരുന്നു. ആർക്കിടെക്ട് ശങ്കറായിരുന്നു. ഹാബിറ്റാറ്റ് എന്ന പ്രസ്ഥാനം അദ്ദേഹം തുടങ്ങിയിരുന്ന കാലം. ഹൗസ് ഇസ് മെയ്ഡ് ഓഫ് ബ്രിക്സ് ആൻഡ് സ്റ്റോൺസ് ബട്ട് ഹോം ഇസ് മെയ്ഡ് ഓഫ് ലവ് അലോൺ എന്ന് ചേച്ചി സ്വന്തം കൈകൊണ്ട് വൂളിൽ നിറ്റ് ചെയ്ത ഒരു വാൾ ഹാങ്ങിങ് ആ വീട്ടിലുണ്ടായിരുന്നു. ചേച്ചി ഉള്ളപ്പോഴും ഇത്രയും മനോഹരമായി തന്നെ ഇവിടെ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. പിന്നെ ഒക്കെ ഇല്ലാതായി. ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നവർ അതേ മനോഹാരിതയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാണുമ്പോൾ ഒരു സന്തോഷം. അവരുടെ വീടിൻ്റെ പാലുകാച്ചിന് നമ്മുടെ മാമൻ സമ്മാനമായി നൽകിയ വിളക്കാണത്. ചേച്ചി പോയതിനു ശേഷം അമ്മ അത് സൂക്ഷിച്ചിരുന്നു. അമ്മയും പോയതിനു ശേഷം അത് തിളക്കാറില്ലായിരുന്നു. തിളക്കം കുറയുമ്പോൾ മിനുക്കാൻ മടിച്ച് ഇത്തരം സാധനങ്ങളൊക്കെ ഒരു മൂലയ്ക്ക് പോകാറുണ്ട്. പക്ഷേ പല ആവശ്യത്തിനും അവർ തിരിച്ച് തിളങ്ങി വരാറുമുണ്ട്. വിളക്ക് പോളിഷ് ചെയ്ത് കിട്ടാനായിട്ട് കുറേ ഷോപ്പുകളിലേക്ക് വിളിച്ചു. സമയക്കുറവ് പറയുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടാണെന്ന് തോന്നി. അങ്ങനെ ഒടുവിൽ ശിവൻ ചേട്ടനെ ലൈനിൽ കിട്ടി. സമയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം വീട്ടിൽ വന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞു. ശിവൻ ചേട്ടനും സഹായിയും അങ്ങനെ വീട്ടിൽ വന്നു. വിളക്കഴിച്ചെടുത്ത് ആദ്യം വെള്ളത്തിൽ നന്നായി കഴുകി. അതിൽ പലതരം ക്ലീനിങ് സൊല്യൂഷൻസ് ഘട്ടം ഘട്ടമായി ചേർത്ത് കഴുകിയെടുത്തു. പച്ചമണ്ണ് ഉരച്ച് മിനുസം വരുത്തി. വീണ്ടും വെള്ളമൊഴിച്ച് കഴുകി. എന്നിട്ട് വെയിലത്തുണങ്ങാൻ വച്ചു. ഏകദേശം 3 മണിക്കൂർ എടുത്തു ഇതിനായി. വെയിലത്തുണക്കിയെടുത്ത വിളക്കിൽ ആൻറ്റീക് ഫിനിഷ് തരുന്ന ലാക്കർ ആപ്ലിക്കേഷൻ അവർ നടത്തി. പഴമ തോന്നിക്കുന്ന ഒരു വിളക്കായി അതിനെ അവർ മാറ്റിത്തന്നു. ആൻറ്റീക് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ ആ വിളക്കിന് നല്ല ഭംഗിയുള്ള നിറവും മിനുക്കവും ഉണ്ടായിരുന്നു. ഇനി കടൽ കടന്ന് പറക്കാൻ വേണ്ടി വിളക്ക് പാക്കിംഗ് ബോക്സിലേക്ക് മാറ്റി. അവളുടെ അമ്മൂമ്മ സൂക്ഷിച്ചിരുന്ന വീടിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ്, ഒപ്പം അമ്മൂമ്മയുടെ ഓർമ്മയ്ക്കായി ഒരു മുണ്ടും നീരിതും കൂടി ഞാൻ വച്ചു. ഒരിക്കലും തിരി തെളിയിച്ചിട്ടില്ലാത്ത ആ വിളക്ക് ഇനി ആ പുതിയ വീട്ടിൽ മോളുടെ അമ്മയുടെ ഓർമ്മയുമായി തെളിഞ്ഞ് പ്രകാശം നിറയട്ടെ.